റോഷ്നിക്ക് അഭിനവിന്റെ അടുത്ത് ചില സംശയങ്ങൾ തോന്നി തുടങ്ങിയപ്പോഴേക്കും അവൻ വിക്രമിന്റെ ക്യാബിനിലെത്തി. അഭിനവിനെ കണ്ടതും വിക്രം ഇരുന്ന സ്ഥലത്ത് നിന്നും ചാടി എഴുന്നേറ്റു. വെൽക്കം ടൈഗർ, വെൽക്കം. ഓൾ ഗുഡ്? യെസ്, ഓൾ ഗുഡ്. ഇതാണ് VIP കാർഡ്. ഹാവ് ഫൺ. താങ്ക് യു. അവൻ താഴേക്ക് ഇറങ്ങി വന്നു. ഈ സമയം റോഷ്നി ഹോട്ടലിന്റെ പുറത്ത് നിൽക്കുകയായിരുന്നു. പോകാമോ? രണ്ടുപേരും ഹോട്ടലിന്റെ അകത്തേക്ക് കയറി. അതിനുശേഷം അവിടെ ഒരു ടേബിളിന്റെ അടുത്തിരുന്നു. അഭിനവാണെങ്കിൽ റോഷ്നിയെ നോക്കുന്നത് പോലുമില്ലായിരുന്നു. എന്നാൽ റോഷ്നി അഭിനവനെ നോക്കിക്കൊണ്ടിരുന്നു. എന്തുപറ്റി? എല്ലാം ഓക്കെ അല്ലേ? ഹാ, എല്ലാം ഓക്കെയാണ്. നീ ഈ ഓഫീസിലാണോ ജോലി ചെയ്യുന്നത്? നമുക്കെന്തെങ്കിലും ഓർഡർ ചെയ്താലോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. വെയിറ്റർ. അഭിനവ് റോഷ്നിയുടെ ചോദ്യം മനഃപൂർവ്വം ഒഴിവാക്കി. ഹലോ സർ, ഹൗ മേ ഐ ഹെൽപ്പ് യു? നീ എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, സത്യമായിട്ടില്ല. ഞാൻ എന്തിനാണ് വെറുതെ നിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കുന്നത്? 1 സെക്കൻഡ്. അഭിനവ് തനിക്കും റോഷ്നിക്കും വേണ്ടിയുള്ള ഓർഡർ കൊടുത്തു. 2 ജ്യൂസ് പ്ലീസ്. നീ എന്ത് ജോലിയാ ചെയ്യുന്നത്? ഞാനൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ചെറിയൊരു ജോലി ചെയ്യുന്നു. ഇത് വിക്രം സാറിന്റെ കമ്പനി അല്ലേ? ആ, അതെ. ഹലോ ഗോർജിയസ്, യു ആർ സോ ബ്യൂട്ടിഫുൾ. എങ്ങോട്ട് വരണ്ടെന്നാ വിചാരിച്ചത്, പക്ഷെ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ നിനക്കൊരു കിടിലൻ ട്രീറ്റ് ഓഫർ ചെയ്യട്ടെ? അവന്റെ മുഖത്ത് വഷളത്ത് നിറഞ്ഞ ഒരു നോട്ടമുണ്ടായിരുന്നു. റോഷ്നിക്ക് അവന്റെ ഉദ്ദേശം മനസ്സിലായി. റോഷ്നിക്ക് മാത്രമല്ല, അഭിനവിനും മനസ്സിലായി. നിനക്ക് കണ്ടൂടെ? ഓൾറെഡി ഷീസ് ഇൻ എ ഡേറ്റ് വിത്ത് മീ. ആണോ? ഞാൻ കരുതി നീ ഇവളുടെ കുഞ്ഞനുജനാണെന്ന്. നീ ഇവളുടെ കൂടെ ഡേറ്റിന് വന്നതാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് സ്നേഹത്തോടൊന്ന് പറയട്ടെ, ഇറങ്ങി പോടാ ഇവിടുന്ന്. അഭിനവ് കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഇവൻ എവിടെ വരെ പോകുമെന്ന് അവൻ അറിയണമായിരുന്നു. അപ്പോഴേക്കും റോഷ്നിയുടെ അടുത്തേക്ക് വന്ന് അവൻ പറഞ്ഞു, നിന്റെ സൗന്ദര്യം കണ്ടാലറിയാം നീ ഏതോ നല്ല കുടുംബത്തിൽ നിന്നുള്ളതാണെന്ന്. നീ ഇവനെ പോലുള്ളവന്മാരുടെ കൂടെ ഡേറ്റിന് വരാൻ പാടില്ലായിരുന്നു. സ്റ്റാൻഡേർഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? നിന്നോട് അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ? പോടാ ഇറങ്ങി. നീ എൻ്റെ കൂടെ വാ. ട്രസ്റ്റ് മീ, നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഐ വുഡ് സേ യു ഡോണ്ട് ഡിസേർവ് സച്ച് എ ഡൗൺ മാർക്കറ്റ് ബോയ്സ്. ജനിച്ച ഉടനെ ഉപേക്ഷിച്ച അലവലാതി. അഭിനവിന് ഇത് കേട്ടപ്പോൾ സഹിക്കാനായില്ല. അവൻ എല്ലാ അതിരുകളും ലംഘിച്ചിരുന്നു. എന്താ നീ പറഞ്ഞത്? എന്തൊക്കെ പറഞ്ഞതിന് അവൻ ശരിക്കും വാങ്ങിച്ചു. അഭിനവ് മറ്റെന്തും സഹിക്കും, പക്ഷേ അച്ഛനെ കുറിച്ച് മോശമായ ഒരു വാക്ക് പോലും സഹിക്കില്ല. നീ എന്താ പറഞ്ഞത്? ജനിപ്പിച്ച ഉടൻ അച്ഛൻ ഉപേക്ഷിച്ചവനല്ലേ? നിന്റെ അച്ഛൻ എന്താണ് നിന്നെ പഠിപ്പിച്ചത്? എടാ നീ. അവൻ അഭിനവിനെ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവന്റെ വായിൽ നിന്നും ഒരക്ഷരം പുറത്തു വന്നില്ല. അവന്റെ മുഖത്ത് പേടി നിറഞ്ഞിരുന്നു. എന്താ ഇവിടെ നടക്കുന്നേ? ഇതൊരു റെപ്യൂട്ടഡ് ഹോട്ടലാണ്, മീൻചന്തയല്ല. മാനേജർ, ഇങ്ങനെയുള്ളവന്മാരൊക്കെയാണോ ഈ ഹോട്ടലിൽ കയറി ഇറങ്ങുന്നത്? അവനെ കുറിച്ച് അധികം അടിച്ചതായിട്ട് അഭിനവിനും തോന്നി. കണ്ടില്ല എന്നെ അടിച്ചത്? മൂക്കും മുഖവും എല്ലാം ഇടിച്ചില്ലാതാക്കി. മാനേജർ ആദ്യം അവനെ നോക്കി, അത് കഴിഞ്ഞ് അഭിനവിനെ നോക്കി. അഭിനവ് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് മാനേജർ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ VIP കസ്റ്റമറിനെ ഉപദ്രവിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇവൻ ഞങ്ങളെയാണ് ശല്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇവന്റെ അടുത്ത് എത്ര തവണ വേണ്ട എന്ന് പറഞ്ഞു എന്നറിയാമോ? എന്നിട്ട് അവൻ പിന്മാറിയില്ല. അപ്പൊ പിന്നെ ഇതിന്റെ കൂടെ എന്റെ അച്ഛനെ പറ്റി മോശമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ കേട്ടത് ശരിയാണോ? കള്ളം, പച്ച കള്ളം. അല്ല, ഈ നിസാര കാര്യത്തിനാണോ നിങ്ങൾ ഇദ്ദേഹത്തെ ഉപദ്രവിച്ചത്? എന്തൊക്കെയാണെങ്കിലും ശരി, നിങ്ങൾ ഇദ്ദേഹത്തോട് മാപ്പ് പറയണം. മാപ്പ് പറയണോ? ഞാൻ ഇവനോടോ? ഇവൻ എന്നോടും എന്റെ ഫ്രണ്ടിനോടും മാപ്പ് ഇങ്ങോട്ട് പറയണം. പറയടാ മാപ്പ്. എടാ നാറി, വാ അടച്ച് മാപ്പ് പറയടാ. നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്. എന്നോട് മാപ്പ് ചോദിക്കാതെ നിനക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. പ്രശ്നങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ റോഷ്നി ഇടയിൽ കയറി മാനേജറിനോട് സംസാരിച്ചു. പ്രശ്നം അഭിനവന്റെ അടുത്തല്ല, ദാ ഇവന്റെ അടുത്താ. ഇവനാണ് എന്നെ ശല്യം ചെയ്യാൻ വന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ലഞ്ച് കഴിക്കാൻ വന്നതാണ്. അതിപ്പോ എന്തായാലും ശരി, ഇദ്ദേഹം മാപ്പ് ചോദിച്ചേ പറ്റൂ. മാനേജർ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അഭിനവിന് മനസ്സിലായി. അയാൾ അഭിനവിനെ അവന്റെ വസ്ത്രം കണ്ട് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞിരുന്നു. തന്റെ മുന്നിൽ മറ്റു വഴികളില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അഭിനവ് പോക്കറ്റിൽ നിന്നും വിക്രമിന്റെ കാർഡ് പുറത്തെടുത്തു. അത് മാനേജർക്ക് നീട്ടി. തനിക്കറിയാമോ ഈ കാർഡ് എനിക്ക് ആരാണ് തന്നതെന്ന്? ഇതിൽ എഴുതിയത് വായിച്ചതിന് ശേഷം താനൊരു തീരുമാനം എടുത്തോളൂ. മാനേജർ അഭിനവിന്റെ കാർഡ് വാങ്ങിച്ചതിന് ശേഷം അത് സൂക്ഷിച്ചു നോക്കി. കാർഡിൽ എഴുതിയിരിക്കുന്ന പേര് കണ്ടതും അയാളുടെ കണ്ണുകൾ തള്ളിപ്പോയി. അഭിനവിന്റെ കയ്യിൽ വിക്രമിന്റെ കാർഡ് ഉണ്ടെങ്കിൽ അതിനർത്ഥം വിക്രമും അഭിനവും പരിചയക്കാരാണെന്നാണ്. പെൺകുട്ടികളോട് സംസാരിക്കുന്നതിന് മുമ്പ് വീട്ടിൽ പോയി അമ്മയോട് ചോദിച്ചു പഠിക്കേ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടതെന്ന്. വാ പോകാം. അഭിനവ് റോഷ്നിയെയും തന്റെ കൂടെ കൂട്ടി അവിടെ നിന്നും പുറത്തേക്ക് പോയി. രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ പരസ്പരം ഒന്നും സംസാരിച്ചില്ല. ഇതെല്ലാം സംഭവിച്ചത് കണ്ടിട്ട് റോഷ്നി മനസ്സിൽ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് അവൻ അറിയണമായിരുന്നു. എന്നാൽ കൂടുതൽ എന്തെങ്കിലും ചോദിച്ച് അവൾക്ക് സംശയമുണ്ടാക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. നീ ഓക്കെ അല്ലേ? സോറി,
നിന്റെ മൂഡും ഇന്നത്തെ ലഞ്ചും നശിപ്പിച്ചതിന്. നീ ഓക്കെ ആണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ആഹാരം കഴിക്കാം. ഓക്കെ, ഞാൻ ഇന്ന് മുഴുവൻ ഫ്രീയാ. അവൾ പറഞ്ഞത് കേട്ട അഭിനവ് കാർ മറ്റൊരു ഹോട്ടലിന്റെ മുന്നിലേക്ക് തിരിച്ചു. ആ ഹോട്ടലിന്റെ മുന്നിൽ കാർ നിർത്തി അവർ പുറത്തേക്ക് ഇറങ്ങി. ഹോട്ടലിന്റെ പേര് വായിച്ചതിന് ശേഷം റോഷ്നിയെയും കൊണ്ട് അവൻ അകത്തേക്ക് കയറി. ഈ ഹോട്ടൽ ഡേവിഡ് തരകന്റേതാണെന്ന് അഭിനവിന് മനസ്സിലായി. ഹോട്ടലിനൊപ്പം ഡേവിഡ് വലിയൊരു മാഫിയ ബിസിനസ്സും നടത്തുന്നുണ്ട്. മാഫിയ ലോകത്ത് ടൈഗറിന്റെ പേര് എത്രത്തോളം വലുതാണോ അതുപോലെ വലുതാണ് ഡേവിഡ് തരകന്റെ പേര്. എത്ര ബിസിനസ്സും ആളുകളുമാണോ ടൈഗറിനടുത്തുള്ളത് അത്രയും തന്നെ ഡേവിഡ് തരകന്റെ കയ്യിലുമുണ്ട്. ഇരു സംഘങ്ങൾക്കുമിടയിൽ പല ഭിന്നതകളുമുണ്ട്. ഇന്ന് ഡേവിഡിനെ കാണേണ്ടി വരുമോ എന്ന സംശയം അഭിനവിന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോ എന്റെ അടുത്ത് നീ നിന്നെ കുറിച്ചൊന്നും പറയില്ലെന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞല്ലേ? എന്തിനെ കുറിച്ചാണ്? അഭിനവിന് മനസ്സിലായി റോഷ്നിയുടെ ഉള്ളിൽ ഈ സംശയങ്ങൾ കറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന്. എന്തുവാടോ ഒളിപ്പിച്ചു വെക്കാൻ ഇതിന് മാത്രം എന്ത് രഹസ്യം ഉള്ളത്? അല്ല, നിനക്ക് എന്താ അറിയേണ്ടത്? നീയുമായിട്ട് സംസാരിക്കുമ്പോ നിന്നെ കുറിച്ചല്ലേ എനിക്ക് അറിയണ്ടേ? അല്ല, അതിന് നിന്റെ അടുത്ത് പറയാൻ മാത്രം എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇതും പറഞ്ഞ് റോഷ്നിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ഡേവിഡ് സാർ, ഇനി ഈ സിറ്റിയിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ അറിയപ്പെടാൻ പോവുകയാണ്. അതെ, മാർക്കറ്റിൽ നിന്നും ടൈഗർ അപ്രത്യക്ഷമായതോടെ അവന്റെ പേരും ഇല്ലാതായി. തൊട്ടടുത്ത് നിൽക്കുന്നവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അഭിനവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ ടൈഗറിനെ കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മാത്രം അവന് മനസ്സിലായില്ല. അഭിനവേ പറയടോ, എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ എന്തിനാ വെറുതെ ഒളിപ്പിക്കുന്നത്? ടൈഗർ അപ്രത്യക്ഷനായിട്ടില്ല. ടൈഗർ ജീവനോടെയുണ്ട്. അവൻ വൈകാതെ തന്നെ തിരിച്ചു വരും. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ജോണിയെ അധികം കുടിക്കരുതെന്ന്. നിന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓരോ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവന്മാരുടെ ധൈര്യം കണ്ടില്ലേ? ഡേവിഡ് തരകന്റെ ഹോട്ടലിൽ ഇരുന്ന് ടൈഗറിനെ കുറിച്ച് പറയുന്നു. ഒന്നെങ്കിൽ ഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന് മാത്രം ധൈര്യം കാണും. മണ്ടത്തരം പോലും. മണ്ടത്തരം നീയാണ് പറയുന്നത്. ടൈഗറിനെ ഡേവിഡ് തരകനുമായിട്ട് കമ്പയർ ചെയ്യുന്നു. വിസ്കിയും നാടൻ ചാരയുമായി എന്ത് താരതമ്യം? ഞാൻ പറയുകയാണ്, ടൈഗർ ജീവനോടെയുണ്ട്. ഹി വിൽ റിട്ടേൺ സൂൺ. ജോണി പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ അഭിനവ് ശരിക്കും ഞെട്ടി. ജോണി മദ്യത്തിന്റെ പുറത്ത് പറയുന്നതാണോ അതോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണോ എന്ന് അവൻ അറിയണമായിരുന്നു. അഭിനവ്, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? നീ എന്റെ കൂട്ടുകാരിയോട് കള്ളം പറയുകയാണോ? ഏത് കൂട്ടുകാരി? അനന്യ. അനന്യ? ഇല്ല, ഞാൻ എന്തിനാണ് അവളോട് കള്ളം പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. പിന്നെ റോഷ്നി, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ പോകണം. നിനക്കറിയാലോ, ഞാൻ അനന്യയുടെ ഭർത്താവാണ്. വീട്ടിലെത്താൻ ഒരല്പം വൈകിയാൽ അവൾ എന്നെ കൊല്ലും. അവൾക്ക് സംശയം തുടങ്ങും. സംശയമോ? നിന്നെ കുറിച്ചോ? അവൾക്ക് നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല. നിന്നെ കുറിച്ച് അവൾ ചിന്തിക്കുന്ന പോലുമില്ല. പിന്നെന്തിനാ അവൾക്ക് നിന്നെ സംശയം? അതെ, എനിക്കറിയാം. എങ്കിലും എനിക്കിപ്പോ പോയേ പറ്റൂ. ഞാൻ നിന്നെ വീട്ടിൽ വിടണോ? നമ്മൾ ഇനി എപ്പോഴാ കാണുക? ഇതിന് മറുപടി പറയാതെ റോഷ്നിക്കൊപ്പം അഭിനവ് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴാണ് കുറെ പേർ ചേർന്ന് ഒരു പയ്യനെ തല്ലിച്ചതയ്ക്കുന്നത് അഭി കണ്ടത്. എന്തിനാ നിങ്ങൾ ആ പാവത്തിനെ തല്ലുന്നത്? നിനക്കറിഞ്ഞിട്ട് എന്ത് കാര്യം? കാര്യമുണ്ടല്ലോ. ഇവിടുന്ന് 2 കാലിൽ വീട്ടിലേക്ക് പോകണമെങ്കിൽ മിണ്ടാതെ സ്ഥലം വിട്ടു. തടി കേടാക്കാൻ നിൽക്കണ്ട. ചേടാ, ഈ ലൈൻ ഞാൻ നിന്നോട് പറയാൻ വരികയായിരുന്നു. എന്റെ ഡയലോഗ് മോഷ്ടിച്ചതിന് നിനക്ക് കുറച്ചുകൂടി തല്ല് കിട്ടും. ഡാ, ഹീറോ കളിക്കാൻ നിൽക്കല്ലേ. കൊച്ചിയിൽ ഇപ്പൊ ഹീറോയിസിന് മാർക്കറ്റില്ല. മിണ്ടാതെ വിട്ടോ, അല്ലേ ഞങ്ങൾക്ക് ഒന്നിന് പോലെ 2 കുഴി എടുക്കേണ്ടി വരും. അഭിനവ് ഇതിന് ഒരു മറുപടി നൽകിയില്ല. അവൻ ആ ആളുകളെ നോക്കി എണ്ണം തിട്ടപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ആ പയ്യൻ പിറകോട്ട് മാറി. അവസാനം അഭിനവ് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ മോർച്ചറിയിലേക്ക് വിളിച്ചു പറയണം. 1, 2, 3, 4 മൊത്തം 4 ചേംബർ മാറ്റി വെക്കാൻ. 2 പേര് ആ 4 ബോഡിയും കൊണ്ട് ഉടനെ വരുന്നുണ്ട് എന്ന്. അടിക്കടായി പട്ടിയെ. ആ ഗുണ്ടകൾ അഭിയെ തല്ലാനായി അടുത്തു. അഭിനവും അവരെ നേരിടാൻ പൂർണ്ണമായി തയ്യാറായിരുന്നു. നിമിഷങ്ങൾക്കകം അഭിനവ് അവിടുത്തെ അന്തരീക്ഷവും സമയവും മാറ്റിമറിച്ചു. അവന്റെ അടികൊണ്ട് ഒന്നിനു പുറകെ ഒന്നായി 4 ഗുണ്ടകളും നിലം പൊത്തി. രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലെന്ന് കരുതി
മരണത്തെ കൺമുന്നിൽ കണ്ടു നിന്നിരുന്ന ജോണി എന്ന് പേരുള്ള ആ പയ്യൻ അഭിനവിന്റെ ഈ രൂപം കണ്ട് ഞെട്ടിപ്പോയിരുന്നു. അവനെ സംബന്ധിച്ച് അഭിനവ് ദൈവത്തിന് തുല്യനായിരുന്നു. അപ്പോൾ അവനെ രക്ഷിച്ച് അവിടെ നിന്നും കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ജോണി ചോദിച്ചു, ചേട്ടാ, നിങ്ങൾ ആരാ? എന്തിനാണ് നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചത്? അഭിനവ് അവന് മറുപടി നൽകിയില്ല. അവൻ ആ പയ്യന്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി. അഭിനവിൽ നിന്നും ഉത്തരം അറിയാൻ അവൻ അക്ഷമനായിരുന്നു. ഞാൻ ആരാണെന്ന് നിന്നോട് പറയാം, പക്ഷെ ആ രഹസ്യം ആരോടും പറയില്ലെന്ന് നീ എനിക്ക് വാക്ക് തരണം. തന്റെ ജീവൻ രക്ഷിച്ച അഭിനവിന് വേണ്ടി അത്രയുമെങ്കിലും ചെയ്യണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ഞാൻ ടൈഗറാണ്. അത് കേട്ടതും ജോണി ഞെട്ടലോടെ 2 ചുവട് പിറകോട്ട് വെച്ചു. അവന്റെ കണ്ണുകൾ വിടർന്നു. അവൻ കണ്ണിമ ചിമ്മാതെ അഭിനവിനെ നോക്കി. താൻ കാണുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അവന് മനസ്സിലായില്ല. ജോണി കണ്ണിമ വെട്ടാതെ അഭിനവ് പോകുന്നത് നോക്കി നിന്നു. കുറച്ച് സമയത്തിന് ശേഷം അഭിനവ് ഹരിദേവൻ മേനോന്റെ വീട്ടിലെത്തി. അഭിനവ് അകത്തേക്ക് കയറുമ്പോൾ കണ്ടത് രാജയും ശാർമിളയും അനന്യയും എന്തോ ഗൗരവമായ കാര്യം ചർച്ച ചെയ്യുകയായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. നമ്മൾ സൗരവനോട് സംസാരിക്കണം. കുറഞ്ഞപക്ഷം അവൻ വിക്രമനോട് നമുക്ക് വേണ്ടി സംസാരിക്കട്ടെ. വിക്രമന് മാത്രമേ ഇനി നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. SR കോർപ്പറേഷന്റെ പിന്തുണ ലഭിച്ചില്ലെങ്കിൽ നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അഭിനവ് വന്നത് കുറച്ച് വൈകിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് കാര്യങ്ങൾ മുഴുവനായും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ കേട്ടതിൽ നിന്ന് അനന്യയുടെ കമ്പനി എന്തോ വലിയ പ്രശ്നത്തിലാണെന്ന് അവന് മനസ്സിലായി. എനിക്ക് തോന്നുന്നത് നമ്മൾ ഫോക്കസ് സ്ക്രീൻ കമ്പനിയുടെ സപ്പോർട്ട് തേടണമെന്നാ. അമ്മ എന്താ ഈ പറയുന്നത്? ഈ 2 കമ്പനികളും നടത്തുന്നത് ടൈഗറാണ്. നമ്മളെപ്പോലുള്ളവർക്ക് ടൈഗറിനെ നേരിട്ട് പോയി കാണാൻ പോലും കഴിയില്ല. ആരും അയാൾ ഇന്നിവരെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. പിന്നെ നമ്മൾ എങ്ങനെ അവനെ കാണും? ചിലപ്പോ ശ്രീരാഗിന് നമ്മളെ സഹായിക്കാൻ പറ്റിയേക്കും. ഞാനൊരു കാര്യം ചെയ്യാം. അനന്യയുടെയും ശ്രീരാഗിന്റെയും വിവാഹം ഉടനെ ഫിക്സ് ചെയ്യാം. അല്ലെങ്കിലും ആ അഭിനവ് നമ്മൾക്ക് വേണ്ടി എന്താ ചെയ്തത് ഇതുവരെ? നമസ്കാരം. അത് കേട്ട് അഭിനവ് ചിരിയോടെ അവരുടെ അടുത്തേക്ക് നടന്നു. ക്ഷീണിച്ചിരുന്നെങ്കിലും താൻ എന്താണ് ചെയ്യുന്നതെന്ന് ഇവരെ അറിയിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. അഭിനവ് സന്തോഷത്തോടെ അവരെ അഭിവാദ്യം ചെയ്തതും ശാർമിളയും അനന്യയും രാജീവും അവനെ നോക്കി. അവരുടെ കണ്ണുകളിൽ തീവ്രമായ ഒരുതരം ദേഷ്യമുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ കണ്ട് അഭിനവ് അത്ഭുതപ്പെട്ടു. അവർ ചിരിയോടെ അവനെ അഭിവാദ്യം ചെയ്യുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും ഇന്ന് അവരുടെ കണ്ണുകളിൽ കണ്ട ദേഷ്യം അവന് വിചിത്രമായി തോന്നി. എന്താകും ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്തിനാണ് എല്ലാവരും അഭിനവിനോട് ദേഷ്യപ്പെടുന്നത്? അനന്യയുടെ പ്രശ്നം എന്താണ്? അഭിനവിന് അവളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ? ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.